ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ടോപ്പ് ഫോം എന്ന സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ച ഒരു സീൻ തന്നെയാണ് ഈ ഒരു എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത്. അതായത് അഖിനാണെങ്കിൽ ഒരു മാച്ചിങ് ആയിട്ടുള്ള കപ്പിൾസിന് ഇടുന്ന പോലത്തെ ഒരു മാല എടുത്ത് ഇങ്ങനെ അഖിന് കൊടുക്കുന്നതും പിന്നെ അതിനുശേഷം തനിക്ക് ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് കിട്ടുവാണെങ്കിൽ ആ സമയത്തും അഖിനും ജിന്നിനും പരസ്പരം ഫീലിങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഡേറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യമൊക്കെയാണ്. അതിനുശേഷം അന്നത്തെ ദിവസം അവർ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിറ്റേ ദിവസം രാവിലെ ഫസ്റ്റ് ജിന്നാണ് ഉറക്കം എഴുന്നേൽക്കുന്നത്. അങ്ങനെ ജിന്ന് ഉറക്കം എഴുന്നേറ്റ് അഖിനെ ഒന്ന് നോക്കിയ ശേഷം അഖിൻ്റെ ഒരു ഫോട്ടോ എല്ലാം അവൻ്റെ ഫോണിൽ എടുക്കുന്നുണ്ട്. എന്നിട്ട് പതുക്കെ അഖിനെ എഴുന്നേൽപ്പിച്ചിട്ട് ഇവൻ കിടന്നുറങ്ങുകയാണ്. അങ്ങനെ അഖിനാണെങ്കിൽ ഉറക്കം എഴുന്നേറ്റ് നോക്കുമ്പോൾ ജിന്നിങ്ങനെ ഉറങ്ങി കിടക്കുന്നുണ്ട്. അത് അഭിനയിക്കുകയാണെന്ന് ഒന്നും ഇവന് മനസ്സിലാവുന്നില്ല. ആ സമയം ജിന്ന് ഉറക്കത്തിൽ അഖിൻ്റെ പേര് പറയുന്ന പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം അത് അഭിനയമല്ല, അവൻ ശരിക്കും ഉറക്കത്തിൽ പറയുന്നതാണെന്ന് എഴുതിയിട്ട് അഖിന് ചെറുതായിട്ട് നാണമൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് അഖിനും അങ്ങ് വീണ്ടും കിടന്നങ്ങ് ഉറങ്ങുന്നുണ്ട്. ജിന്ന് ഒരിക്കൽ കൂടെ അഖിനൊന്ന് നോക്കിയിട്ട് അവന് ഉറങ്ങാണ്. പിന്നീട് കാണിക്കുന്നത് അഖിൻ്റെ പുതിയ ഒരു സ്റ്റേജ് പ്ലേ പോലെയുള്ള സീരീസ്. ആ സീരീസിൽ അവൻ്റെ കൂടെ മെയിൻ ലീഡായിട്ടുള്ള പയ്യനെയാണ്. അവൻ്റെ പേര് ജോണി എന്നാണ്. ജോണി ഇപ്പോൾ ഒരു ലേഡിയായിട്ട് ഇൻറ്റിമേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, അവരുടെ സീരീസിലെ പ്രൊഡ്യൂസറായിട്ടുള്ള ലേഡിയാണ്. അങ്ങനെ അവരുമായിട്ട് ഇൻറ്റിമേറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും ഇവൻ പതുക്കെ അവിടെ നിന്ന് പോകാൻ നിൽക്കുന്നുണ്ട്. ആ സമയം ലേഡി നീ ഇപ്പോഴേ പോകാമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ജോണിയാണെങ്കിൽ അതെ ഇപ്പോഴേ റിഹേഴ്സലിന് ലേറ്റായി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേ ടൈമിന് അഖിനും പിന്നെ ആ ഒരു റിഹേഴ്സലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരെല്ലാം ജോണീനെ കാണാത്തത് കൊണ്ട് തന്നെ ഭയങ്കര ഒരുമാതിരി സ്ട്രെസ്സായിട്ടിരിക്കുകയാണ്. അഖിനാണെങ്കിൽ ദേഷ്യം വരുന്നതുകൊണ്ട് ആ സമയം ആ സെറ്റിലുള്ള ആൾക്കാർ അവനിപ്പോൾ വരുമെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ജോണി വരുന്നുണ്ട്. വരുമ്പോഴത്തേക്കും അവിടുത്തെ ഡയറക്ടറാണെന്ന് തോന്നുന്നു അയാൾ. എന്തായാലും നല്ലതുപോലെ തന്നെ ജോണിനെ വഴക്ക് പറയുന്നുണ്ട്. ആ സമയം പ്രൊഡ്യൂസറായിട്ടുള്ള ലേഡി വന്നിട്ട് അവരുടെ കൂടെ അവനുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവനിങ്ങനെ വഴക്ക് പറയുന്നത് വേണ്ടാന്ന് പറയുന്നുണ്ട്. എന്നാൽ ആർക്കും തന്നെ അവർ തമ്മിൽ ഇങ്ങനെ ഇൻറ്റിമേറ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു, സംഭവമൊന്നും അറിയത്തില്ല. അങ്ങനെ അതിനുശേഷം അഖിനും ജോണിയും കൂടെ ആയിട്ട് റിഹേഴ്സൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. റിഹേഴ്സൽ കുറച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അഖിനാണെങ്കിൽ ജോണിയുടെ അടുത്ത് നീ വരാനായിട്ട് ലേറ്റായി, അതേപോലെ തന്നെ ഇപ്പം നിനക്ക് പറയാനുള്ള ലൈൻസ് ഒന്നും ഓർമ്മയില്ല, തെറ്റിച്ചാണ് പറയുന്നത്, നീ മെയിൻ ആക്ടർ ആയതുകൊണ്ടാണോ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, മെയിനാണെങ്കിൽ അതിനനുസരിച്ചുള്ള എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അഖിൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയം അഖിൻ പറയുന്നതിന് ഒരു വിലയും കൊടുക്കാതെ ജോണി അവിടെ നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രാത്രി അഖിൻ അവൻ്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും ജിന്ന് അവനെ വിളിച്ചില്ലല്ലോ ഇന്നത്തെ ദിവസം എന്നിങ്ങനെ ആലോചിക്കുകയാണ്. കറക്റ്റ് ടൈമിന് ജിൻ വിളിക്കുന്നുണ്ട്. അങ്ങനെ ജിന്നുമായിട്ട് ഫോണെടുത്ത് സംസാരിക്കുമ്പോൾ അഖിനാണെങ്കിൽ ഇത്രയും നേരം അവൻ്റെ കോളിന് വേണ്ടി കാത്തിരുന്നതേയില്ല, വെറുതെ സ്ക്രിപ്റ്റൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ കള്ളം പറയുന്നുണ്ട്. ആ സമയം ജിന്ന് പിന്നെയും ചോദിക്കുന്നുണ്ട് നീ എന്നെക്കുറിച്ചെല്ലാം ആലോചിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ. എന്നാൽ അഖിനാണെങ്കിൽ ഞാനെന്തിനാ നിന്നെക്കുറിച്ച് ആലോചിക്കുന്നത്, നീ ആരാന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംസാരിക്കുന്ന ടൈമിന് ജിന്നിപ്പോൾ എബ്രോഡ് പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ തിരിച്ചു വരും എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അടുത്ത ആഴ്ച അവസാനമൊക്കെ ആകുമ്പോൾ തിരിച്ചു വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. പിന്നീട് ജിന്ന് വീണ്ടും കുറേ നേരം സംസാരിച്ചുകൊണ്ടിരിക്കാൻ നിൽക്കുമ്പോഴത്തേക്കും അഖിനാണെങ്കിൽ നാളെ രാവിലെ എനിക്ക് ഷൂട്ടുണ്ട് എന്നൊക്കെ പിന്നെ സംസാരിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ജിന്നും എങ്കിൽ പിന്നെ ഞാൻ നാളെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ കോൾ കിട്ടിയാണ്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം അവർ സെറ്റിലേക്ക് ചെന്നിട്ട് അഖിനാണെങ്കിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിന് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ജോണി കയറി വരുന്നുണ്ട്. വരുന്ന ടൈമിന് അഖിൻ്റെ ആ ഒരു ബോഡിയിൽ അവൻ ടച്ച് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ജോണീനെ കാണാത്തതുകൊണ്ട് തന്നെ അവനെ ടച്ച് ചെയ്യുന്നതും അഖിനൊന്ന് പേടിക്കുന്നുണ്ട്. ആ സമയം ജോണിയാണെങ്കിൽ സോറി നീ ഇത്രയും പേടിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയാണ്. അഖിന ആ സമയം നീയും പെട്ടെന്ന് ഡ്രസ്സ് മാറ്റ്, നമുക്ക് ഉടനെ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട്. പിന്നെ ഫോട്ടോഷൂട്ട് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും കൂടെ ഒരു ഡ്രിങ്ക്സൊക്കെ കുടിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ കൂടെ വരുന്നോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ജോണി ഞാനും വരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ആ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ അഖിനും പിന്നെ ജോണിയും പിന്നെ ആ സെറ്റുള്ള 1-2 പേരും ഇവർ 4 പേരും കൂടെ ആയിട്ട് ഒരിടത്ത് വന്നിരുന്ന് ഡ്രിങ്ക് ചെയ്യുന്നതാണ്. ജോണി വെറ്റായിട്ട് ഡ്രിങ്ക് ചെയ്യുന്നില്ല, നമ്മുടെ അഖിനും ബാക്കി 2 പേരും നന്നായിട്ട് ഡ്രിങ്ക് ചെയ്യുന്നുണ്ട്. അഖിനാണെങ്കിൽ നല്ലതുപോലെ ഡ്രിങ്ക് ചെയ്തിട്ട് ഒരു ബോധവും ഇല്ലാതെ അവിടെ കിടന്ന് സകല വേറത്തരങ്ങളും കാണിച്ചു കൂട്ടുന്നുണ്ട്. എന്നിട്ട് ജോണിയുടെ അടുത്ത് വന്നിരുന്നിട്ട് നീയാണെങ്കിൽ ഇതിൻ്റെ ടാലൻറ്റ് നന്നായിട്ട് യൂസ് ചെയ്യുന്നില്ല, നീ നല്ല സ്മാർട്ടാണ്, പക്ഷേ നീ നിൻ്റെ ബ്രെയിനാണെങ്കിൽ തീരെ ഉപയോഗിക്കുന്നില്ല, കുഴപ്പമില്ല, നമ്മുടെ ഈ ഒരു സീരീസ് കഴിയുമ്പോഴത്തേക്കും നീയാണെങ്കിൽ ഹിറ്റാവും എന്നൊക്കെ പറഞ്ഞിട്ട് അഖിൻ കുടിച്ചതുകൊണ്ട് തന്നെ അവൻ എന്താ പറയുന്നതെന്ന് പോലെ അവനൊരു ഇതില്ലാതെ ജോണിയുടെ അടുത്ത് കുറേ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാവരുടെ ബോധവും പോകുന്നുണ്ട്, ജോണിയുടെ ഒഴിച്ച്. ആ സമയം ആ കൂട്ടത്തിലുള്ള ഒരാൾ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് നമുക്കെല്ലാവർക്കും വീട്ടിൽ പോകണ്ടേ, ഞാനാണെങ്കിൽ മാനേജറിനെ കോൾ ചെയ്യാം, വണ്ടി വിളിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ജോണി ഇല്ല കുഴപ്പമില്ല അഖിനെ ഞാൻ വീട്ടിൽ കൊണ്ടുവിടാമെന്ന് പറയുന്നുണ്ട്. ആ സമയം അയാൾ എങ്കിൽ പിന്നെ ഓക്കെ എന്ന് പറയാണ്. അതിനുശേഷം അയാൾ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു പയ്യനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നീട് ജോണിയാണെങ്കിൽ അഖിൻ്റെ അടുത്ത് വാ നമുക്ക് വീട്ടിൽ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അഖിനെയും കൊണ്ട് പോകുന്നുണ്ട്. എന്നാൽ നേരെ പോകുന്നത് ഒരു ഹോട്ടൽ റൂമിലേക്കായിരുന്നു. അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ തന്നെ അവനാണെങ്കിൽ അഖിനെ ബെഡിൽ കിടത്തിയിട്ട് നീ ഇങ്ങനെ എൻ്റെ മുന്നിൽ ഇത്രയും അടിയിലായിട്ട് കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ ഡ്രസ്സും അഖിൻ്റെ ഡ്രസ്സൊക്കെ റിമൂവ് ചെയ്തിട്ട് അഖിനെ കിസ് ചെയ്തൊക്കെ തുടങ്ങുന്നുണ്ട്.
ആ സമയം ജിനിനെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ ജൂഡിയുടെ കൂടെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു തിരിച്ചു പോകാനായിട്ട്. എന്നാൽ ആ സമയം ഭയങ്കര മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ഒരിടത്ത് മാറിയേക്കാണ്. അതേസമയം അന്നൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, അതായത് ജിന്നാണെങ്കിൽ ബെസ്റ്റ് ആക്ടർ അവാർഡിന് വേണ്ടിയിട്ട് നോമിനേറ്റ് ആയിട്ടുണ്ടെന്ന്. അങ്ങനെ ഇപ്പോൾ ജൂഡി അതിനവന് കൺഗ്രാറ്റ്സ് പറയുന്നുണ്ട്. അതേസമയം തന്നെ അഖിന് അവൻ ആ ഒരു കാര്യവും പറഞ്ഞ് മെസ്സേജ് അയക്കുമായിരുന്നു, തനിക്ക് ഇതുപോലെ ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡിന് നോമിനേറ്റ് ആയിട്ടുണ്ട്, തനിക്ക് അവാർഡ് കിട്ടുവാണെങ്കിൽ അഖിനും ഇവനും ഡേറ്റ് ചെയ്യാനൊരു ചാൻസ് ഉണ്ടെന്നായിരുന്നു പറഞ്ഞു വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് അറിയാനായിട്ട് അവനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം താൻ ജയിച്ചാലേ തന്നെ ഇഷ്ടമാണോ ഇല്ലയോ, ഡേറ്റ് ചെയ്യാൻ താല്പര്യമാണോ ഇല്ലയോ എന്നൊക്കെ അഖിന് റിപ്ലൈ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജിന്നിന് ഈ ഒരു അവാർഡ് ജയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അങ്ങനെ ജൂഡിയുടെ അടുത്ത് തനിക്ക് ഈ അവാർഡ് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ജൂഡിയാണെങ്കിൽ അവൻ്റെ അടുത്ത് നീ ആരെയോ ഡേറ്റ് ചെയ്യുന്നില്ലേ, നീ ഇങ്ങനെ ഫോണിൽ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന കാണുമ്പോഴേ എനിക്ക് നല്ല ഡൗട്ടുണ്ടെന്ന് പറയാണ്. ആ സമയം അവനാണെങ്കിൽ എനിക്കൊരാളെ ഇഷ്ടമാണ്, പക്ഷേ ഞങ്ങൾ ഇതുവരെ ഡേറ്റ് ചെയ്ത് തുടങ്ങിയില്ല എന്ന് പറയുന്നുണ്ട്. ജൂഡി അപ്പോൾ ആഹാ, നമ്പർ 1 നിൽക്കുന്ന ആക്ടറിന് ലവ് തോന്നാൻ മാത്രം അയാൾ ആരായിരിക്കും, നല്ല അടിപൊളി ഒരാളായിരിക്കുമല്ലോ, നിൻ്റെ സ്ഥാനത്ത് ഇപ്പം ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെ നോമിനേറ്റ് ഒക്കെ ആയതുകൊണ്ട് തന്നെ അയാളെ ഫോൺ ചെയ്തിട്ട് അയാളെ ശബ്ദം കേൾക്കണമെന്ന് ആഗ്രഹിച്ചേനേന്ന് പറയുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ എങ്കിൽ പിന്നെ ഞാൻ അയാളെ പോയി ഒന്ന് ഫോൺ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കുറച്ചൊന്ന് മാറി നിന്നിട്ട് അഖിനെ കോൾ ചെയ്യാണ്. ഇതേ ടൈമിൽ തന്നെ ആ ഒരു കോൾ വരുമ്പോഴത്തേക്കും ജോണിയാണെങ്കിൽ അഖിനെ കിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ കോൾ വരുന്ന ടൈമിൽ ജോണിയാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ജിന്നാണെങ്കിൽ അഖിൻ നീ ഒരു കാര്യം അറിഞ്ഞോ, എനിക്കാണെങ്കിൽ ബെസ്റ്റ് ആക്ടർ അവാർഡിന് നോമിനേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്, ഞാനാണെങ്കിൽ റിസൾട്ട് അറിയാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ജോണി ഹലോ എന്നും പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അത് അഖിനല്ലെന്ന് ജിന്നിന് അപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീ ആരാന്ന് ചോദിക്കുമ്പോൾ ജോണിയാണെങ്കിൽ ഞാനാരാ എന്നിങ്ങനെ തിരിച്ചു പറയാണ്. ആ സമയം ജിന്നാണെങ്കിൽ അഖിൻ എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ജോണി അവന് മറുപടിയായിട്ട് അഖിൻ ഇവിടെ തന്നെയുണ്ട്, ഞാനും അഖിനും ഇവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് പറയാണ്. ആ സമയം ജിന്ന് എന്തൊക്കെയായി പറയുന്നത്, നീ എന്താ ചെയ്യുന്നത്, അഖിനെ തൊടേ പോലും ചെയ്യരുത്, തൊട്ട് കഴിഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലൂ എന്ന് പറയുന്നുണ്ട്. ആ സമയം ജോണിയാണെങ്കിൽ പക്ഷേ നീയാണെങ്കിൽ അഖിൻ ഉറങ്ങിക്കിടക്കുന്ന കണ്ടിട്ടുണ്ടോ, അവനെ കാണാൻ എന്ത് ക്യൂട്ടാ, എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ നീ ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അത് നീ പിന്നീട് അഖിനോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ജോണി അങ്ങ് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. ജിന്നപ്പം വീണ്ടും വീണ്ടും കോൾ ചെയ്യാണ്, പക്ഷേ ആരും തന്നെ കോൾ എടുക്കുന്നില്ല. ഈ സമയം കൊണ്ട് ജോണിയാണെങ്കിൽ അഖിനുമായിട്ട് ഇൻറ്റിമേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ഫസ്റ്റ് ഉറക്കം എഴുന്നേൽക്കുന്ന അഖിനാണ്. എഴുന്നേൽക്കുമ്പോൾ തന്നെ ജോണീനെ കാണുമ്പോൾ തന്നെ അവന് നടന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവനവൻ്റെ ഡ്രസ്സെല്ലാം എടുത്തിട്ടിട്ട് ഒരു ടാക്സിയിൽ കയറി തിരിച്ച് വീട്ടിലെത്താണ്. അങ്ങനെ വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കും അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചാർജിനിട്ട് ഓണാക്കാണ്. നോക്കുമ്പോൾ ഇഷ്ടംപോലെ മിസ് കോളും ഉണ്ട്, ജിന്നിൻ്റെ മെസ്സേജൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ മെസ്സേജ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും മെസ്സേജ് ഇട്ടിരുന്നത് ആ ഒരു അവാർഡിൻ്റെ കാര്യം പറഞ്ഞിട്ടൊക്കെ ആയിരുന്നു. അങ്ങനെ ആ മെസ്സേജൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് അഖിനാണെങ്കിൽ ജിന്നിനെ ഒന്ന് കോൾ ചെയ്ത് നോക്കുന്നുണ്ട് തിരിച്ച്, എന്നാൽ അവൻ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ ഒന്നുകൂടെ വിളിക്കുമ്പോഴത്തേക്കും ജിന്ന് കോൾ എടുത്തിട്ട് നീ സാധാരണ എന്നെ ആദ്യം ഇങ്ങോട്ട് വിളിക്കാറില്ലല്ലോ എന്നിങ്ങനെ പറയാണ്. ആ സമയം അഖിൻ അത് പിന്നെ നിനക്ക് ബെസ്റ്റ് ആക്ടർ ഇതിലുള്ളതിൽ നോമിനേറ്റ് ആയെന്ന് കണ്ടു, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചത്, കൺഗ്രാറ്റ്സ് എന്ന് പറയുന്നുണ്ട്. ആ സമയം ജിന്ന് ഓ അത് നീ ഇപ്പോഴാണോ കണ്ടത്, ഇന്നലെ രാത്രി നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ആ സമയം അഖിനാണെങ്കിൽ ഒന്ന് എന്താ പറയണത് അങ്ങോട്ടത് പതറുന്നുണ്ട്. എന്നിട്ട് അത് പിന്നെ ഇന്നലെ സെറ്റിലുള്ളവരുമായിട്ട് ഒന്ന് ഡ്രിങ്ക് ചെയ്യാനൊക്കെ പോയി, അങ്ങനെ അതിൻ്റെ ഇതുമായിട്ട് ബിസി ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം ജിന്ന് അത്രയേ ഉള്ളൂ എന്ന് വെച്ചപ്പോഴത്തേക്കും അഖിനും അത്രയേ ഉള്ളൂ, എനിക്കാണെങ്കിൽ സ്ക്രിപ്റ്റ് വായിക്കാനുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം, നീ നിൻ്റെ വർക്ക് നന്നായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ബായി പറഞ്ഞ് കോൾ കട്ട് ചെയ്യുകയാണ്. അതിനുശേഷം അഖിനാണെങ്കിൽ സെറ്റിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവൻ്റെ ദേഹത്ത് നല്ല മാർക്കൊക്കെ വീണിട്ടുണ്ടായിരുന്നു ഇന്നലെ ആ ഇൻറ്റിമേറ്റ് ആയത് കാരണം. അതുകൊണ്ട് തന്നെ അവൻ്റെ ദേഹം ഫുള്ള് കവർ ചെയ്യുന്ന കണക്കിന് ഡ്രസ്സ് ഇട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ ചെന്നിട്ട് ആ സെറ്റിലുള്ളൊരു പയ്യനോട് സംസാരിക്കുന്ന ടൈമിന് ആ പയ്യൻ ഇന്നലെ രാത്രി സേഫായിട്ട് വീട്ടിലെത്തിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം അങ്ങോട്ടേക്ക് കറക്റ്റ് ജോണി വന്നിട്ട് നീ എൻ്റെ അടുത്ത് പറയാതെ പോയതെന്തിനാ, ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്കും നീ അവിടെ അടുത്തുണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ആ പയ്യനാണെങ്കിൽ ഇന്നലെ രാത്രി നിങ്ങൾ ഒരുമിച്ചാണ് സ്റ്റേ ചെയ്തതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ജോണി അതേന്ന് പറയുമ്പോൾ അഖിനാണെങ്കിൽ അങ്ങനെയല്ല, അത് പിന്നെ ഒരേ ഹോട്ടലിൽ വേറെ വേറെ റൂമായിരുന്നു എന്ന് അങ്ങ് പറയുന്നുണ്ട്. അതിനുശേഷം ആ പയ്യൻ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ജോണിയാണെങ്കിൽ അഖിൻ്റെ അടുത്തേക്ക് ക്ലോസായി വന്നിട്ട് ഇന്ന് ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോവാണ്. അതിനുശേഷം പിന്നീട് ജോണിയാണെങ്കിൽ ആരെയോ വിളിച്ചിട്ട് ഇന്ന് ഷൂട്ടിംഗ് കഴിയുമ്പോൾ നീ എന്നെ പിക്ക് ചെയ്യാൻ വരണ്ട, ഞാൻ വന്നോളെ, ഞാൻ ഇന്ന് ഡ്രിങ്ക് ചെയ്യാനായിട്ട് പോവാണെന്ന് പറഞ്ഞിട്ട് സംസാരിച്ച് പോകുന്നുണ്ട്. ആ സമയം ജിന്ന് അതുവഴി പാസ് ചെയ്ത് പോകുമായിരുന്നു. ഇവൻ്റെ സംസാരം കേൾക്കുമ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം അഖിൻ്റെ കോൾ അറ്റൻഡ് ചെയ്തത് ഇവനാണെന്ന് അപ്പം തന്നെ ജിന്നിന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ജോണിയുടെ കഴുത്തിലേക്ക് ഇറുക്കി പിടിച്ചിട്ട് നീയല്ലേ ഇന്നലെ അഖിൻ്റെ കോൾ അറ്റൻഡ് ചെയ്തതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ജോണി വിളിച്ചത് നീയായിരുന്നല്ലേ എന്നിങ്ങനെ പറയാണ്. ആ സമയം ജിന്നാണെങ്കിൽ നീ ആരാന്നാണ് നിൻ്റെ വിചാരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സമയത്ത് കറക്റ്റ് അങ്ങോട്ടേക്ക് അഖിൻ വരുന്നുണ്ട്. ഇവർ തമ്മിൽ പ്രശ്നമാണെന്ന് മനസ്സിലാക്കുന്നതും അഖിനുടനെ രണ്ടിനെയും പിടിച്ച് മാറ്റുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ അഖിൻ്റെ അടുത്ത് നീ എൻ്റെ കൂടെ വാന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് കൊണ്ടുപോവാണ്. ആ സമയം ജോണി ഇതെല്ലാം നോക്കിക്കൊണ്ട് നിന്നിട്ട് അപ്പോൾ ഇവനാണല്ലേ ജിന്ന് എന്നിങ്ങനെ പറയുന്നുണ്ട്.
അതിനുശേഷം ജിന്നാണെങ്കിൽ അക്കിനെയും കൊണ്ട് എങ്ങോട്ടോ ചെന്നിട്ട് കാറ് നിർത്തുവാണ്. ആ സമയം അക്കിനാണെങ്കിൽ ഇത് ഏതാ സ്ഥലം, എന്തിനാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ജിന്നാണെങ്കിൽ നീയും അവനും തമ്മിൽ എന്തെങ്കിലും നടന്നോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം അക്കിനാണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. എന്നാൽ ജിന്നാണെങ്കിൽ അക്കിനിട്ടേക്കുന്ന ഡ്രസ്സ് ചെറുതായിട്ടൊന്ന് നീക്കി നോക്കുകയാണ്. ആ സമയം അവൻ്റെ കഴുത്തിൽ പാട് കാണുന്നുണ്ട്. അപ്പോൾ തന്നെ അവർ ഇൻറ്റിമേറ്റ് ആയി ഇവന് മനസ്സിലാവുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ നീയാണെങ്കിൽ എൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ്റെ അടുത്തേക്ക് പോയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം അക്കിൻ നീ വിചാരിക്കുന്ന പോലെ നല്ല കാര്യങ്ങളെന്ന് പറയുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ നിൻ്റെ അടുത്തേക്ക് ആര് ക്ലോസ് ആയാലും അവർ നിന്നെ സ്നേഹിച്ചു പോവും. പക്ഷേ നീ എനിക്ക് പ്രോമിസ് തന്നെയല്ലേ, എന്നിട്ടും നീയാണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് പോയല്ലേ, ഞാൻ ഇന്നും വരാതിരുന്നെങ്കിൽ നീ അവൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവുമായിരുന്നല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം അക്കിനാണെങ്കിൽ വീണ്ടും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ നല്ല കാര്യങ്ങളെന്ന്. എന്നാൽ ജിന്ന അതൊന്നും കേൾക്കാൻ നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അക്കിനാണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങാണ്. ജിന്ന സമയം നീ കാറിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി ഒരിക്കലും ഞാൻ നിൻ്റെ പുറകെ വരത്തില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അഖിനാണെങ്കിൽ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ജിന്നാണെങ്കിൽ കാറും എടുത്തുകൊണ്ട് അപ്പം തന്നെ അവിടെ നിന്ന് പോവുകയും ചെയ്യാണ്. അങ്ങനെ അഖിൻ അവിടെ ഒറ്റയ്ക്ക് നിന്ന് വിഷമിക്കുന്നതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡിലൂടെ എൻ്റെ ആവുകയാണ്. 7th എപ്പിസോഡ് റിലീസാവാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇനിയിപ്പോൾ 1-2 ദിവസത്തേക്ക് ടോപ്പ് ഫോം സീരീസിൻ്റെ എപ്പിസോഡ് എന്തായാലും കാണത്തില്ല. 7th എപ്പിസോഡ് റിലീസായ ഉടനെ തന്നെ ആ ഒരു എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ബൈ.